മഞ്ജു വാര്യർ ഇനി കുടുംബശ്രീ ജൈവ കൃഷിയുടെ ഗുഡ്വിൽ അംബാസിഡർ. കുടുംബശ്രീ മുഖേന വിഷവിമുക്ത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മഞ്ജു വാര്യർ എന്ന തനി മലയാളത്തിൽ തുളുമ്പുന്ന പെൺകുട്ടി മലയാള സിനിമാ ആസ്വാദകരുടെ മനം കവർന്നിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ഇന്ന് നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വന്ന മഞ്ജു വാര്യരുടെ കഥാപാത്രം മലയാളികളുടെ ഭക്ഷ്യസംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു. നിരുപമ എന്ന വീട്ടമ്മ സ്വന്തം ടെറസിൽ വിഷമയമില്ലാത്ത പച്ചക്കറികൾ നട്ടുവളർത്തുന്നതും പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും മാർക്കറ്റിലെ വിഷമയമാർന്ന പച്ചക്കറികളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും സിനിമയുടെ ഇതിവൃത്തം. മഞ്ജു വാര്യരുടെ ഈ കഥാപാത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മന്ത്രിതലത്തിൽ വരെ ചർച്ചയായി. അതിന്റെ ബാക്കിപത്രമാണ് ഇതൊക്കെ. കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന വിഷമുക്ത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാനുള്ള യജ്ഞത്തിൽ മഞ്ജു വാര്യരും പങ്കാളിയായി. തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറെ കുടുംബശ്രീമതികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. സ്ത്രീ മാത്രം ഒരിക്കലും തിരിച്ചറിയാത്തൊരു സത്യമുണ്ട്. ഒരു സ്ത്രീയുടെ ശക്തി ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളത്. നശിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒരു സ്ത്രീ മറ്റുള്ളവർക്ക് വേണ്ടി അത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്വയം നശിച്ചത് കൊണ്ടല്ല ഒരു സ്ത്രീ തന്നിലേക്ക് ഒതുങ്ങുന്നത് എന്നുള്ളൊരു സത്യം ഏറ്റവും ഒടുവിൽ തിരിച്ചറിയുന്നത് സ്ത്രീ തന്നെയായിരിക്കും. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു സ്ത്രീക്ക് മാത്രമേ അത് വീണ്ടും പൊടിതട്ടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു പ്രായമോ സമയമോ ഒന്നും ഒരു എന്താ പറയാ തടസ്സമല്ല എന്നുള്ളത് ഈ ചിത്രത്തിലൂടെ നിരുപമ രാജീവും ഒരു പരിധിവരെ ഞാനും തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സന്ദേശം നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളും പ്രത്യേകിച്ച് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന 40-41 ലക്ഷം വരുന്ന എൻ്റെ സഹോദരിമാർ ഈ ഒരു സത്യം മനസ്സിലാക്കി ഇതിന് മുന്നോട്ട് വരണം എന്നുള്ളത് ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കുടുംബശ്രീ ജൈവ കൃഷിയുടെ ഗുഡ്വിൽ അംബാസിഡറായാണ് ഇനി മഞ്ജു വാര്യർ ഇവിടെ നിൽക്കുന്നത്. മന്ത്രി MK മുനീർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മഞ്ജു വാര്യരെ ഗുഡ്വിൽ അംബാസിഡറായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം വിവിധ പരിപാടികളും അരങ്ങേറി.